ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിലും ഒത്തിരി പ്രാവശ്യം നിരാശകൾ കടന്നു വന്നപ്പോൾ, പലപ്പോഴും മരണത്തിന്റെ ചിന്തകൾ കടന്നു വന്നപ്പോൾ, ആത്മഹത്യകൾ കുറിച്ച് ചിന്തിക്കുന്ന സമയം ഉണ്ടായപ്പോൾ ഞങ്ങളെ മാറ്റിയ ഒരു ദൈവിക വചനമുണ്ടായിരുന്നു. ഞങ്ങളെ മാറ്റിയ ചില ദൈവിക ഇടപെടലുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പല സ്ഥലങ്ങളിലും ഞങ്ങൾ വീണ്ടും ഈ ദൈവിക വചനങ്ങൾ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളെ മാറ്റിയ ആ ദൈവിക സുവിശേഷം, ഞങ്ങളെ മാറ്റിയ ആ ദൈവിക സന്ദേശം അത് നിങ്ങളോടുള്ള ബന്ധത്തിനകത്തും ഞങ്ങൾക്ക് പറയണമെന്നുള്ളതായ ഒരു ആഗ്രഹവും, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു ഭാരത്തിലും നിരാശയിലുമായിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ മദ്യത്തിനോ മയക്കുമരുന്നിനോ നിങ്ങൾ അടിമപ്പെട്ട് എങ്ങനെയുമെങ്കിലും അതിൽ നിന്ന് പുറത്തു വരണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, ഞങ്ങൾ പറയുന്ന ഈ വാക്കുകൾ, ഞങ്ങൾ പറയുന്ന ഈ സന്ദേശങ്ങൾ അത് അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മാസം നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഒരു മാസത്തെ എല്ലാ വ്യക്തികളും യേശുക്രിസ്തുവിന്റെ ജനനമായ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഒരു മാസമാണ്. ഈ മാസത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ദ മന്ത് ഓഫ് ജോയ്, സന്തോഷത്തിന്റെ മാസം എന്നാണ് ഡിസംബർ മാസത്തെ പറയുന്നത്. ആ സന്തോഷം വേറെ ഒന്നുമല്ല, ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ജനനമാണ് ഈ ഡിസംബർ മാസത്തിൽ എല്ലാ വ്യക്തികളും ആഘോഷിക്കുന്നത്. മതവർഗ വ്യത്യാസമില്ലാതെ എല്ലാ വ്യക്തികളും ആഘോഷിക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ യേശു എന്തിനാണ് വന്നത് എന്നുള്ളതായ ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളത് പകരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ ജനനത്തിന് മുൻപ് അവൻ മാലാഖ വന്ന മറിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു സകല ജനത്തെയും അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ഇരിക്കുന്നതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞാൽ, യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നുള്ളതാണ്. ഒരു രക്ഷകനായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നത്. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ നോക്കിയാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ശാന്തി ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ വ്യക്തികളും. ശാന്തിക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നു. യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ തന്റെ ജനത്തെ വിടുവിക്കാൻ, ആ ദൈവികമായ ബന്ധത്തിലേക്ക് മടക്കി കൊടുക്കുവാൻ, പാപത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ലോകരക്ഷിതാവാണ് നസ്രനായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടു പോയതായ ദൈവത്തിൽ നിന്നും അകന്നുപോയ, പാപം ചെയ്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ തന്റെ ജനത്തെ ആ പാപത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നത്. യേശു പൂർണ്ണ ദൈവമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെതായ എല്ലാ ഭാവങ്ങളും മാറ്റിവെച്ച് ഒരു മനുഷ്യനായി യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് തന്നെ അവൻ മരിക്കുവാനായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഒരു ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മരണമുണ്ട്, അത് നിശ്ചയമായ കാര്യമാണ്. പക്ഷേ മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ച് ആ ജനത്തെ വീണ്ടെടുക്കണമെന്നാണ് യേശുവിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ ഈ ജനത്തിന് വേണ്ടി, പാപത്തിൽ അകപ്പെട്ടതായ ആ ജനത്തിന്റെ വിടുതലിന് വേണ്ടി മരിക്കാൻ യേശു ഈ ലോകത്തിലേക്ക് ജാതനാകുവാൻ ഇടയായി തീർന്നു. യേശുവിന്റെ ജനത്തിൽ സംഭവിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ട്. സകല ജനത്തിനും ഉണ്ടാകാനുള്ളതായ ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നെന്ന് ദൈവത്തിന്റെ മാലാഖ ആട്ടിടയന്മാരുടെ പറയുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജനനത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സകല ജനത്തിനും ഉണ്ടാകാനുള്ളതായ ഒരു സന്തോഷമാണ് യേശുവിന്റെ ജനനത്തിനകത്ത് ഉള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പണം കൊടുത്ത് മേടിക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി പേർ പറയുന്ന കാര്യമാണ്, സമ്പത്തുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ പണം കൊടുത്ത് മേടിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സന്തോഷം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. പല കാര്യങ്ങൾ നമുക്കുണ്ട്, പക്ഷേ ഈ സന്തോഷമോ ഈ സമാധാനമോ നമുക്ക് പണം കൊടുത്ത് മേടിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ യേശുവിന്റെ ജനനത്തിങ്കിൽ മാലാഖമാർ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, സകല ജനത്തിനും ഉണ്ടാകാനുള്ളതായ ഒരു മഹാസന്തോഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, സകല ജനത്തിനും ഒരു സന്തോഷമാണ് യേശുവിന്റെ ജനനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ചുറ്റുപാടുള്ളതായ വ്യക്തികളെ തന്നെ നമ്മൾ നോക്കിയാൽ സന്തോഷിച്ച് ഹൃദയം തുറന്നുറന്ന് സന്തോഷിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ കുറവായിട്ടുള്ളതായ വ്യക്തികളുണ്ട്. പുറമെ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷേ അകത്തൊരു സന്തോഷം ലഭിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ യേശുവിന്റെ ജനനത്തിൽ പറയുന്നു, യേശുവിന്റെ ജനനം അത് ഒരു വ്യക്തികൾക്കോ ഒരു വിഭാഗക്കാർക്കോ മാത്രമല്ല, സകല ജനത്തിനും ഒരു സന്തോഷത്തിന് കാരണമാണ്. യേശു ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് വന്നാൽ, നമ്മുടെ
ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ യേശുവിലൂടെയുള്ളതായ സന്തോഷം ഓരോ വ്യക്തികളും അനുഭവിക്കാനിടയായി തീരും. യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെയല്ല. അവൻ യേശു തരുന്ന സമാധാനത്തെ അത് ലോകത്തിന് തരുവാൻ കഴിയുന്നതല്ല. ഈ ലോകത്തിൽ ഒത്തിരി വ്യക്തികൾ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നു. ഒത്തിരി സമ്പത്തുള്ള വ്യക്തികളുണ്ട്, പക്ഷേ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ, ഒരു സമാധാനമില്ലാതെ, ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എഴുന്നേറ്റ് പോകുന്ന അവസ്ഥകൾ ഒത്തിരി പേരെ കാണുവാൻ കഴിയും. ഒത്തിരി പേർ മരുന്നുകൾക്ക് അഡിക്റ്റ് ആണ്. കാരണം അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ചോദിച്ചാൽ പറയും, എല്ലാം പുറമെ കാണുന്ന സകലം ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ഞങ്ങൾക്കൊരു സമാധാനമില്ല, ഹൃദയത്തിൽ ഞങ്ങൾക്കൊരു സന്തോഷമില്ല. ഇന്ന് ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. അത് ലോകം തരുന്ന പോലെയല്ല. നമുക്കൊരു നല്ല സ്നേഹിതനുണ്ടെങ്കിൽ, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്നേഹിതനുണ്ടെങ്കിൽ, നമ്മുടേതായ പ്രതിസന്ധികൾ, നമ്മുടെ വേദനകൾ നമ്മൾ അവരോട് പങ്കുവയ്ക്കുവാൻ ഇടയായി തീരും. പക്ഷേ ഒരു ചെറിയൊരു വാക്കിനകത്ത് അല്പം ആശ്വാസം നമുക്ക് ലഭിച്ചെന്ന് വരാം. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു യഥാർത്ഥ സമാധാനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അനുഭവിക്കണമെങ്കിൽ അത് വേറെ എവിടെ പോയാൽ ലഭിക്കത്തില്ല. യേശുവിലൂടെ അല്ലാതെ യഥാർത്ഥ സമാധാനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ലഭിക്കുകയില്ല. കാരണം യേശു തന്നെയാണ് പറയുന്നത്, ഞാൻ തരുന്ന സമാധാനം അത് ലോകത്തിന് തരുവാൻ കഴിയുന്നതല്ല, ഒരു സുഹൃത്തിന് തരുവാൻ കഴിയുന്നതല്ല, ഒരു മദ്യത്തിന് തരുവാൻ കഴിയുന്നതല്ല. അവൻ ആ സമാധാനം ലഭിക്കണമെങ്കിൽ യേശു എന്ന് പറയുന്ന ലോകരക്ഷിതാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ജനിച്ചെങ്കിൽ മാത്രമേ ആ സമാധാനവും ആ സന്തോഷവും ആ രക്ഷയും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാൻ ഇടയാകത്തുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ യേശു ഈ ലോകത്തിലേക്ക് വന്നത് ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. നഷ്ടപ്പെട്ടു പോയതായ, ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ ആ ജനത്തെ വിടുവിക്കാൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. 33 വർഷക്കാലം യേശു ഈ ലോകത്തിൽ ജീവിക്കുകയും അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും യേശു ചെയ്യുവാനിടയായി തീർന്നു. 33 വയസ്സിനകത്ത് യേശു കാൽവറിയുടെ കൊലമരത്തിൽ അവൻ 3 ആണികളിന്മേൽ യേശു യാഗമായി തീരുവാനിടയായി. ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേർ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ യേശു ക്രിസ്തു സകല വ്യക്തികളുടെയും പാപത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് പറയുന്നു. അതേപോലെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ കർത്താവ് യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറായാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു വ്യക്തി യേശുവിനെ യഥാർത്ഥമായി അറിഞ്ഞാൽ, ഒരു വ്യക്തി യേശുവിനെ യഥാർത്ഥമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ രക്ഷ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മാത്രം ഉളവാകുന്ന കാര്യമല്ല. യേശുവിനെ വിശ്വസിക്കുന്നത് മുഖാന്തരം ആ കുടുംബത്തിന് വരെ രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. ഇന്ന് രക്ഷയ്ക്ക് വേണ്ടിയും ഇന്ന് ശാന്തിക്ക് വേണ്ടിയും നിങ്ങൾ ഓടുന്നവരാണെങ്കിൽ, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ വചനം പറഞ്ഞു മറ്റൊരുത്തിന് രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യൻ രക്ഷയ്ക്ക് നൽകപ്പെട്ട വേറൊരു നാമമില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഈ ലോകത്തിനത് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രനായ യേശുവിന്റെ നാമം മാത്രമാണ്. ഒരു വ്യക്തിക്ക് രക്ഷ ഉണ്ടാകണമെങ്കിൽ, ഒരു വ്യക്തിക്ക് ശാന്തി ഉണ്ടാകണമെങ്കിൽ, ഒരു വ്യക്തിക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ, ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് നല്ല സമാധാനവും സന്തോഷം അനുഭവിക്കണമെങ്കിൽ, ഒരു നല്ലൊരു നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ലോകരക്ഷിതാവായി ഇറങ്ങി വന്ന, ഈ ലോകത്തിന് വേണ്ടി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ, വീണ്ടും കൊണ്ടുവരുവാൻ, വീണ്ടും ഇറങ്ങി വരുന്ന നസ്രനായ യേശുവിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്ക് നിത്യജീവൻ ലഭിക്കുവാൻ ഇടയാകത്തില്ല. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഭാരം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ നിരാശ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു സമാധാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഒരു പക്ഷേ ആത്മഹത്യയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളോട് പറയാൻ ഞങ്ങൾക്കൊരു സന്ദേശമുണ്ട്. യേശുവിന് നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയും. നീ കടന്നു പോകുന്ന എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ, നിന്റെ ജീവിതത്തിലെ എത്ര വലിയ നിരാശ ആയിക്കോട്ടെ, ഇതിനെ പരിഹരിക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പറയുന്ന യേശുവിന് നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയും. യേശുവിന് മാത്രമേ ആ വിഷയങ്ങൾക്കകത്ത് പരിഹാരം തരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ധൈര്യത്തോടെ ഞങ്ങൾ ഈ ദേശത്ത് വന്ന് യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയാകുന്നത്. യേശുവിലൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ട്, യേശുവിലൂടെ നിങ്ങൾക്ക് സമാധാനമുണ്ട്. ആ യേശു ഈ ഒരു ഡിസംബർ കാലത്ത് നമ്മുടെ പുൽക്കൂടുകൾക്ക്, നമ്മുടെ ഭവനത്തിലോ മാത്രം ജനിക്കാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ജനിക്കാൻ തയ്യാറായാൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തേക്കാൾ എല്ലാം ഉപരി ഒരു ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയായി തീരും. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വാക്ക്
വാക്ക് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, യേശുവേ അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, അങ്ങയുടെ സന്തോഷം എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു വരടിയായി തീരും. ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.